ഇടി മഴ കാറ്റ് അമ്പിളി എസ് രംഗൻ സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് ജോസ്, ശ്രീനാഥ് ബാസി, പൂജ ദേബ്, സെന്തിൽ കൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ആക്ച്വലി ഇത് ഞാൻ കാണണമെന്ന് കരുതിയ പടമല്ല. പിന്നെ രാവിലെ പടത്തിന്റെ ട്രെയിലർ എടുത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ത്രില്ലർ മൂഡ് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് പടം കാണാമെന്ന് തീരുമാനിച്ചത്. ട്രെയിലർ കാണിച്ചതുപോലെ പടം തുടങ്ങുമ്പോൾ ഒരു മർഡർ മിസ്റ്ററി പോലെയാണ് കഥ ആരംഭിക്കുന്നത്. പക്ഷേ ഇത് കൊലപാതകം കേസ് അന്വേഷണമൊന്നുമല്ല, ഒരു ബോക്സ് അന്വേഷിച്ചു വരുന്ന ഒരു ബംഗാളി പെൺകുട്ടിയുടെ കഥയായിരുന്നു. ഒരു മലയാളി ബംഗാളി കൊളാബാണ് ഈ പടം എന്നും പറയാം. ബേസിക് കഥയൊക്കെ കൊള്ളാവുന്നതാണ്. സ്ക്രിപ്റ്റ് ആക്കിയപ്പോഴും വലിയ കുഴപ്പം തോന്നി കാണുകയില്ല. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും ഒരു വെറൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിവ് കാണാത്ത കുറച്ച് കാഴ്ചകളാണ് പടത്തിലുള്ളത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വരുന്ന തൊഴിലാളികളുടെ കഥയാണ്. അവർ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ മെയിൻ ആയിട്ട് അധികം പടം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? നമ്മൾ ബംഗാളി എന്നാണല്ലോ പൊതുവെ നോർത്തിൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്നാലും അവരെ വിളിക്കുന്നത്. എന്നിട്ട് അതേ നമ്മൾ തന്നെ നോർത്ത് ഇന്ത്യക്കാരെ സൗത്ത് ഇന്ത്യൻസിനെ മുഴുവൻ മദ്രാസി എന്ന് വിളിക്കുന്നുവെന്ന് അവരെ കളിയാക്കാറുമുണ്ട്. ഇൻ ദാറ്റ് കേസ് ബോത്ത് ആർ മാത്തമാറ്റിക്സ്. ഇതിൽ ശരിക്കും ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ബംഗാളി ഭാഷ സംസാരിക്കുന്ന കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത്. ഒരു നാടോടി കഥ പോലെയൊക്കെ തുടങ്ങി പിന്നെ അങ്ങ് മൂക്കില രാജ്യത്ത് സ്റ്റൈലിലേക്കൊക്കെ മാറി അവസാനം ഒരു ട്വിസ്റ്റും ഒക്കെ കൊണ്ട് വേണമെങ്കിൽ ആൾക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്താവുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇതിറങ്ങിയ സമയവും തെറ്റിപ്പോയി. ഓൾസോ പടത്തിന്റെ മേക്കിംഗ് സ്റ്റൈലും മെയിൻ 4 കഥാപാത്രങ്ങളെ പോലെ കിളിപോയ അവസ്ഥയിലായിരുന്നു. ഇതൊരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. സൗഗാത എന്ന ബംഗാളി പെൺകുട്ടിയാണ് പടത്തിൽ മെയിൻ ക്യാരക്ടർ. പൂജ ദേബ് എന്ന ബംഗാളി അഭിനേത്രിയാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. നല്ല ഡീസന്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നടിയുടെ കുഴപ്പമല്ല. ഇതിൽ ആദ്യം ഈ കഥാപാത്രത്തിന് ഒട്ടും മലയാളം അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ മലയാളം അറിയാമെന്ന് തോന്നും. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവർക്ക് ഇത്രയും നന്നായിട്ട് മലയാളം അറിയാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകും. സോ ഇവർക്ക് ഇത്രയൊക്കെ മലയാളം അറിയാമായിരുന്നിട്ടും ഇവർ ആദ്യം എന്തിനാണ് ഇങ്ങനെ കുറെ മണ്ടം കളിച്ചത് എന്ന ഒരൊറ്റ സംശയം കൊണ്ട് കഥ തന്നെ മുഴുവൻ അസാധുവാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഭാഷാ പരിജ്ഞാനം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നടിയുടെ കുഴപ്പമല്ല, എഴുത്തിന്റെ കുഴപ്പമാണ്. ചെമ്പൻ വിനോദ് ജോസ്, ശ്രീനാഥ് ബാസി, ശരൺജിത്ത്, സുധി കോപ്പ എന്നിവരാണ് കിളിപോയ 4 ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ കിളി കൂടെ ഉണ്ട്, ഇടയ്ക്കൊക്കെ കിളി പോകുന്ന ക്യാരക്ടേഴ്സ് ആണ്. 4 പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെന്തിൽ കൃഷ്ണ, പ്രിയമത കൃഷ്ണൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരാണ് പോലീസായിട്ട് വന്നിട്ടുള്ളത്. കുറെ ബംഗാളി താരങ്ങളും പടത്തിലുണ്ട്. അതിൽ ഋതി ബേഷ് എന്ന നടനെ എടുത്തു തന്നെ പറയണം. ശ്രീനാഥ് ബാസിയുടെ അമ്മയായിട്ട് വന്ന ഉമ KP നൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബംഗാളികളോടും മലയാളികൾ ഇത്രയും സ്നേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ശ്രീനാഥിന്റെ സഹോദരനായിട്ട് വന്ന നടനും കൊള്ളാമായിരുന്നു. ക്യാമറ നീൽ ഡി കുഞ്ഞ, എഡിറ്റിംഗ് മനോജ്, സംഗീതം ഗൗരി ലക്ഷ്മിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. മനമേ എന്നൊരു പാട്ട് ആദ്യം കേട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇതിങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ ഒരു ഈർഷ്യ തോന്നി. കഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ അമലാണ്. അതുപോലെ സംവിധായകനും കഥാകൃത്തും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കഥയൊക്കെ കൊള്ളാമായിരുന്നെങ്കിലും ഇതിന്റെ മേക്കിംഗ് ശൈലി കൊണ്ട് ഒരു വിയേർഡ് ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. അതുപോലെ ഇതൊരു കൊമേഴ്സ്യൽ ഫിലിം ആയിട്ടാണോ അതോ ഇത് ആർട്ട് ഹൗസ് ഫിലിം ആയിട്ടാണോ എടുത്തത് എന്ന സംശയം തോന്നും. പക്ക കൊമേഴ്സ്യലും അല്ല, എന്നാൽ പക്ക ആർട്ട് ഫിലിമും അല്ല. പിന്നെ ഇത് 2020 ഷൂട്ടിംഗ് കഴിഞ്ഞ പടമാണ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. മൊത്തത്തിൽ ആ ഒരു കാലം തെറ്റി വന്നതിന്റെ ഫീൽ പടം തരുന്നുമുണ്ട്. ഒരുപാട് ബംഗാളി ഡയലോഗ്സ് സിനിമയിലുണ്ട്. ഇതിൽ മലയാളം ആണെങ്കിൽ തന്നെ പാലക്കാട് സ്ലാങ് ആണെങ്കിലും കുറെ ഇടങ്ങളിൽ എനിക്ക് പറയുന്ന പലതും മനസ്സിലായില്ല എന്നുള്ള സത്യമാണ്. പിന്നെ പടത്തിന് വളരെ ലെങ്തും കൂടുതലാണ്. കുറച്ചുകൂടി ട്രിം ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുഷിപ്പിച്ചും ഇടിയും മഴയും കാറ്റിനൊപ്പം ഉറക്കം കൂടി നമുക്ക് വരുന്ന അവസ്ഥയിലാണ് പടം ഒരുക്കിയേക്കുന്നത്. അങ്ങനെ ഒരു കിളി പോയ പടം എന്ന് പറയാം. ആകമൊത്തം ടോട്ടലിൽ എനിക്ക് ഈ പടം അവിടെ ഇവിടെയൊക്കെ വർക്കായി, എൻഗേജിംഗ് ആയിട്ടും തോന്നി. ചിലയിടത്തൊക്കെ ഇതെന്താ ഇങ്ങനെ എന്നും ഫീൽ വന്നു. കുറച്ചുകൂടി നന്നാക്കി എടുക്കാമായിരുന്ന ഒരു കഥയായിട്ട് തോന്നി. സോ എനിക്കിത് ആവറേജിന് താഴെ നിൽക്കുന്ന അനുഭവമായിരുന്നു. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.